SY മെക്കാനിക്കൽ MOMൻ്റെ മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ്. ഫസ്റ്റ് തിയറി അല്ല നമ്മൾ വെച്ചേക്കുന്നത് ടേബിൾസാണ്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലത്തിൽ ചെയ്തില്ലേ, എയ്റോപ്ലെയിൻ്റെയും ഷിപ്പിൻ്റെയൊക്കെ ഗൈറോസ്കോപ്പിക് എഫക്ട്സ്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ആൻസേഴ്സ് എഴുതിയത്. ഇത് നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ടേബിളാക്കി വെച്ചേക്കണതാണ്. ഇപ്പോൾ ഈ ഒരു 3 ടേബിൾ നിങ്ങൾ പഠിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ എഫക്ട്സ് കൺസിഡർ ചെയ്തത്. അത് നിങ്ങൾ ടേബിളായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു തിയറി ആയിട്ട് 3 മാർക്കിനൊക്കെ ചോദിക്കണ കുറച്ച് വെക്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് നമ്മുടെ സ്പിൻ വെക്റ്റർ. സ്പിൻ വെക്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലറിൻ്റെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്പിൻ വെക്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് പ്രെസിഷൻ വെക്റ്ററാണ്. നേരത്തെ പറഞ്ഞ ആംഗുലർ മൊമെൻറ്റം അല്ലേ, ആ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും വെലോസിറ്റിയുടെയും ചേഞ്ചിനെയാണ് നമ്മൾ പ്രെസിഷൻ വെക്റ്റർ എന്ന് വിളിക്കുക. 3 മാർക്കിന് പിന്നെ എപ്പോഴും ഈ 2 സാധനം ചോദിക്കാറുണ്ട്, ഗൈറോസ്കോപ്പിക് അപ്ലൈഡ് ടോർക്ക് വെക്ടറും ഗൈറോസ്കോപ്പിക് റിലേറ്റഡ് ടോർക്ക് വെക്ടറും. രണ്ടും നമുക്ക് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു ഇസഡ് ആക്സിലാണ് നമ്മുടെ ഗൈറോസ്കോപ്പിൻ്റെ ആക്സ് ഓഫ് റൊട്ടേഷൻ അലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് ഒരു എക്സ് ആക്സിൽ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ ഇസഡ് ആക്സിൽ അലൈൻ ചെയ്തിരുന്നത് നമ്മൾ ടോർക്ക് എക്സ് ആക്സിലോട്ട് കൊടുക്കുമ്പോൾ അത് ഇസഡിൽ നിന്ന് എക്സിലോട്ടായിരിക്കില്ല അലൈൻ ചെയ്യുക, പകരം അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിലായിട്ടായിരിക്കും നമ്മുടെ റൊട്ടേഷൻ അലൈൻ ചെയ്യുക. എക്സാമ്പിൾ ഇസഡ് എക്സ് അതിൻ്റെ പെർപെൻഡിക്കുലർ വൈ ആക്സിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയായിരിക്കും അലൈൻ ചെയ്യുക. അതാണ് ശരിക്കും അപ്ലൈഡ് ടോർക്ക് വെക്ടർ. റിലേറ്റഡ് ആകുമ്പോൾ നേരെ എൻ്റെ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗൈറോസ്കോപ്പ് അലൈൻ ചെയ്യുക. അതിനാണ് ഗൈറോസ്കോപ്പ് റിലേറ്റഡ് ടോർക്ക് വെക്ടർ എന്ന് വിളിക്കുക. ഈ ഒരു 4 ടൈംസ് നിങ്ങൾക്ക് എപ്പോഴും 3 മാർക്കിന് ചോദിക്കാറുള്ളത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കാണ്. വിർച്വൽ വർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ എപ്പോഴും 0 ആയിരിക്കും. അതാണ് ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. കണ്ടോ, നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ. ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു 0 ആയിരിക്കും. 2 ടൈപ്പ് വർക്ക് ഡൺ ആണ് ഉണ്ടാവുക. ഒന്ന് വർക്ക് ഡൺ ബൈ ടോർക്കും ഉണ്ടാവും, രണ്ടാമത് വർക്ക് ഡൺ ബൈ ഫോഴ്സും ഉണ്ടാവും. അതിൽ നമ്മൾ ക്രാങ്കിനെ പടം വരച്ചിട്ടുണ്ട്. ഈ ഒരു പടം വരച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കണം, നമ്മൾ ഈ ഒരു കഥ എഴുതണം. നമ്മളതിൻ്റെ പ്രോബ്ലംസാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.